എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെയധികം ദേഷ്യത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം കേട്ടാൽ നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലാവും. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. മോദി എന്തിന് രാജിവെക്കണം? ഇത്രയും കാലം ഭരിച്ചിട്ട് അദ്ദേഹം രാജ്യത്തോട് ചെയ്ത ദ്രോഹങ്ങൾ കേട്ടാൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കും. നിങ്ങൾ തന്നെ പറയുകയും ചെയ്യും അദ്ദേഹം ഉടൻ രാജിവെക്കണമെന്ന്. കാരണങ്ങൾ ഓരോന്നായി ഞാൻ പറയാം. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് പണ്ടൊക്കെ കുണ്ടും കുഴിയുമുള്ള റോഡിലൂടെ ബസ്സിൽ പോകുമ്പോഴുള്ള ഒരു അഡ്വഞ്ചർ ഫീലായിരുന്നു. ഇപ്പോൾ ഗ്രാമങ്ങളിലും ഹൈവേകളിലും ഭാരത് മാല അതുപോലെ തന്നെ PM ഗ്രാം സഡക് യോജന വഴി നല്ല റോഡുകൾ വന്നത് ആ ത്രില്ല് മുഴുവൻ നശിപ്പിച്ചു. അതൊന്നും പോരാഞ്ഞിട്ട് മണിക്കൂറുകളോളം ട്രെയിൻ ലേറ്റ് ആകുന്നതും പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുന്നതും നമ്മൾ എത്ര ആസ്വദിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ എയർപോർട്ട് പോലെ സ്റ്റേഷനുകളും സമയത്തിനോടുന്ന അതിവേഗ ട്രെയിനുകളും വന്ന് ആ പഴയ ഗ്രഹാതുരത്വം നശിപ്പിച്ചു. അതും വന്ദേ ഭാരത്, അമൃത് ഭാരത് എന്നീ സ്കീമുകളിലൂടെ. പിന്നെ വിറകടുപ്പിലൂടെ ഊതി കണ്ണ് നിറയുകയും ചുമയ്ക്കുകയും ചെയ്യുന്നതായിരുന്നു പണ്ടത്തെ സ്ത്രീകളുടെ ഒരു പ്രധാന വിനോദം. ഇപ്പോൾ അവർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകി ആ വിനോദം ഇല്ലാതെയുമാക്കി. അതോടൊപ്പം തന്നെ കുടിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്റർ നടക്കുന്നത് നല്ലൊരു വ്യായാമവുമായിരുന്നു. ഇപ്പോൾ കോടിക്കണക്കിന് വീടുകളിൽ പൈപ്പ് വഴി നേരിട്ട് വെള്ളം എത്തിച്ച് ജനങ്ങളുടെ വ്യായാമവും മുടക്കി, അതും ജൽജീവൻ മിഷനിലൂടെ. പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നതായിരുന്നു നമ്മുടെ പഴയ ശീലം. ഇപ്പോൾ റൂഫ് ടോപ്പ് സോളാർ വഴി അല്ലെങ്കിൽ PM മുഫ്ത് ബിജ്ലി യോജന അല്ലെങ്കിൽ സൂര്യാഘർ യോജന വഴി സൗജന്യ വൈദ്യുതി നൽകി ജനങ്ങളെ ടെൻഷൻ ഇല്ലാത്തവരാക്കി മാറ്റി. പണ്ടൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ ബാങ്കിൽ കയറി ഇറങ്ങി ചെരുപ്പ് തേയുമ്പോഴുള്ള ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ യാതൊരു ഈടുമില്ലാതെ എളുപ്പത്തിൽ ബിസിനസ് തുടങ്ങാൻ ലോൺ വരെ കൊടുക്കുകയാണ്, അതും PMAGP മുദ്രാ യോജന സ്കീമുകൾ വഴി. വഴിയോര കച്ചവടക്കാർക്കാണെങ്കിൽ പോലും ഇപ്പോൾ വളരെ എളുപ്പത്തിൽ പ്രവർത്തന മൂലധന വായ്പ, അതും PM സ്വാനിധി വഴി കിട്ടുന്നുണ്ട്. പിന്നെ ചായക്കടയിലോ ബസ്സിലോ ബാക്കി ചില്ലറയ്ക്ക് വേണ്ടി വഴക്കിടാൻ ഇപ്പോൾ പറ്റുന്നേയില്ല. ഗ്രാമങ്ങളിൽ പോലും എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടും UPI പേയ്മെന്റുമായി. പിന്നെ ഇന്റർനെറ്റ് ഡേറ്റയ്ക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞത് കാരണം എല്ലാവർക്കും വിവരങ്ങൾ അറിയാം. വ്യാജ വാർത്തകൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ഡിജിറ്റൽ ഇന്ത്യ വഴി. പിന്നെ ഭാരതത്തിന്റെ നട്ടലായ കർഷകരോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് കണ്ടു നിൽക്കാനേ കഴിയില്ല. അതിൽ പ്രധാനമായിട്ട് PM കിസാൻ വഴി കർഷകർക്ക് യാതൊരു ഇടനിലക്കാരുമില്ലാതെ വർഷത്തിൽ 6000 രൂപ നേരിട്ട് അക്കൗണ്ടിൽ വരുന്നു. കർഷകരുടെ കഷ്ടപ്പാട് കണ്ട് സഹതപിക്കാനുള്ള നമ്മുടെ അവസരമാണ് പോയത്. മാത്രമല്ല, പണ്ടൊക്കെ ഒരു അസുഖം വന്നാൽ വീടും പറമ്പും വിൽക്കുകയോ കടം വാങ്ങുകയോ ചെയ്യുന്നതായിരുന്നു നമ്മുടെ പതിവ്. ഇപ്പോൾ പാവപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകി ആ നാടകീയതയും ഇല്ലാതെയാക്കി. കൂടാതെ പ്രായമായവർക്ക് പെൻഷൻ ഉറപ്പാക്കി അവരെ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ നിന്നും ഒഴിവാക്കി. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ തന്നെ പറ, ജനങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയും യാതൊരു അഴിമതിയുമില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രധാനമന്ത്രി രാജിവെക്കണ്ടേ? പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.